ഞാൻ പറയുന്ന ചെറുപ്പം ഞാൻ എല്ലാം എൻജോയ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതിപ്പോ എന്താണെങ്കിലും ഇൻസൾട്ട് ആണെങ്കിലും എന്താണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് എൻജോയ് ചെയ്യും. അപ്പൊ ബൈക്ക് ഇവന്റെ മേത്തേക്ക് തട്ടാതിരിക്കാനൊക്കെ ആയിട്ട് കേബിൾ വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ടായി. അപ്പൊ ഇവനിങ്ങനെ വീണ സമയത്ത് നോക്കിയ മാർക്ക് അതല്ല. അപ്പൊ അവൻ അതേപോലെ തിരിഞ്ഞാണ്. അപ്പൊ കേബിൾ എന്തൊക്കെയോ ഉടുക്കിയിട്ട് ആക്സിലേഷൻ സ്റ്റക്കായി. നേരെ പുറത്തൊന്നല്ല. ഇല്ല ഭാഗ്യത്തിന് അത് ഒന്നും പ്രശ്നം പറ്റിയില്ല. ഞാനാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്. ഞാൻ ഇടയ്ക്ക് എന്റെ വണ്ടി ഓഫ് ആയി പോകും. കാരണം ഞാൻ ഓടിച്ചു അത്ര ഒരു സന്തോഷമായിരുന്നു. ഹായ് ചുറ്റും വണ്ടികള്. ടോളിൽ വെച്ചിട്ട് ഡീസല് തീർന്നു. ഈ വണ്ടിയുടെ ടോൾ ജംഗ്ഷനിൽ ഇരിക്കുക ഞാൻ. ബ്ലോക്ക് തുടങ്ങി. ഈ ബ്ലോക്ക് തുടങ്ങിയിട്ട് അവസാനിച്ചത് പാലാരട്ടം വരെ ആയിരുന്നു. സത്യമായിട്ട് പോലീസുകാർ രണ്ടുപേരും ബൈക്കിന് വന്നിട്ട് എന്താ അന്വേഷണം വന്നപ്പോ ഞാൻ പറഞ്ഞു സാറേ ഡീസൽ തീർന്നത്. കറക്റ്റ് അപ്പൊ പുള്ളി കൂടെ അച്ഛൻ പറഞ്ഞ ഡയലോഗ് ട്രാവൽ ചെയ്യും. റിയൽ ലൈഫിൽ ചെറിയൊരു ചാർലിയാണ്. പഞ്ചാബി ഹൗസില് അച്ഛൻ ചപ്പാത്തിയും അച്ചാറെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. അവിടെ അതാ സെറ്റാ വൻ ടേസ്റ്റും. പറയണോ ഞാൻ അർജുൻ ഇപ്പൊ യങ്ങായി വരുന്നുണ്ട്. അതിന് വേണ്ടി മെനക്കേടനുണ്ട് അല്ലേ? അതിന് വേണ്ടി നല്ല മെനക്കേടുണ്ട്. മറ്റേ പച്ചക്കറി കുറച്ചാൾ ജിമ്മിൽ പോയി അതാ മെനക്കേടുന്നത് കാണാനുണ്ട് നന്നായിട്ട്. ഞങ്ങള് പുറത്തു ഇങ്ങനെ ഡിസ്കസ് ചെയ്യുക. സന്തോഷായി. ഹലോ ഹായ് വെൽക്കം ടു ജിൻജർ മീഡിയ. ഖജുറാഹോ ഡ്രീംസിന്റെ വിശേഷങ്ങളുമായിട്ട് വി ഹാവ് അർജുൻ അശോകൻ, ധ്രുവൻ, അദിതി രവി ആൻഡ് ദ ഡയറക്ടർ ഹിംസെൽഫ് മനോജ്. ഹലോ സർ. ഹലോ നമസ്കാരം. ആദ്യം തന്നെ ഒന്ന് പാളിപ്പോയതിന്റെ ചെറിയ ചമ്മലുണ്ട്. അപ്പൊ എത്ര പടങ്ങൾ പാടുന്നു ഈശ്വര, നമ്മള് പ്രൊമോഷൻ ഒന്നും ഇരിക്കണം. ജിരു എന്നുള്ള ഈ ഖജുറാഹോ എന്ന് പറഞ്ഞ സ്ഥലത്തെ പറ്റി നിങ്ങൾക്ക് അറിയായിരുന്നോ? നിങ്ങൾ ഇതിനെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നോ? പണ്ടൊക്കെ എപ്പോഴും പഠിച്ചിട്ടുണ്ടല്ലേ? പഠിക്കാനുള്ളല്ലേ? ഞാൻ പഠിച്ചിട്ട് എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയുണ്ടല്ലേ? ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ആക്ച്വലി സിനിമയുടെ പേര് കണ്ടപ്പോഴേ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴേ ഓക്കെ ഇത് ഹെറിറ്റേജ് സിറ്റി ആണെന്നുള്ളതും ഒക്കെ അറിയുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചാ പെട്ടെന്ന് പഠിച്ചിട്ടുണ്ടല്ലേ? സാർ അത് പഠിച്ചതിന്റെ ഓർമ്മക്കുറവ് കാരണം എനിക്ക് ക്ഷമിക്കുക. എന്നാലും ഞാൻ പെട്ടെന്ന് ചോദിച്ചു ഇവരോട് ചോദിച്ചതാ. സാറിന് തീർച്ചയായിട്ടും അറിയായിരിക്കും. സോഷ്യൽ സ്റ്റഡീസ് എപ്പോഴും ബോറിംഗ് ആണല്ലോ. അതെ, അതിന്റെ ഭാഗമായിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു തോന്നുന്നല്ലോ. ഇതിനോടില്ല. ഈ വണ്ടി ഓടിച്ചു പോയിട്ടുള്ളിൽ നിന്ന് പോവും അല്ലെങ്കിൽ ബാക്കായി പോവും, അങ്ങനത്തെ വല്ല പരിപാടികളും നല്ല വണ്ടി അല്ല ഞാനാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്. ഞാൻ ഇടയ്ക്ക് എന്റെ വണ്ടി ഓഫ് ആയി പോകും. കാരണം ഞാൻ ഓടിച്ചു അത്ര മൈസൂര് വണ്ടി ഓഫ് ആയിട്ടുണ്ട്. വണ്ടി ഓഫായി എന്നിട്ട് അവിടെ വട്ടത്തിൽ ബ്ലോക്കായി. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഹായ് ചുറ്റും വണ്ടികള്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് എല്ലാവരും. പക്ഷെ എന്തോ പുതിയതായി അതാ പറഞ്ഞ ഇത് എനിക്ക് പുതിയ എക്സ്പീരിയൻസ്. അതൊക്കെ ഞാൻ അങ്ങനെ എന്നിട്ട് പോലില്ല. ഒരു ബ്ലോക്കില് നമ്മള് അങ്ങനെ പെടുക അങ്ങനത്തെ ഉണ്ടായിട്ടില്ലല്ലോ. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഞാൻ നോക്കുമ്പോ 2 ബൈക്ക് തിരിച്ചു വരുന്നു. കാരണം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ പേടി നമുക്ക് ഫീൽ ചെയ്യപ്പെടല്ലോ. അതിന് ഞാൻ നോക്കുമ്പോ 2 ബൈക്ക് തിരിച്ചു വരുന്ന കണ്ടപ്പോ എനിക്ക് സന്തോഷമായത്. അത് അർജുനും ധ്രുവനാണ് തിരിച്ചു വന്നത്. ഇവര് നോക്കുമ്പോ ഒരെണ്ണത്തിനെ കാണാൻ അപ്പൊ ഇവര് വന്ന് പിന്നെ സെറ്റ് ചെയ്ത് എൻജോയ് ചെയ്തു. ഞാൻ എല്ലാം എൻജോയ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതിപ്പോ എന്താണെങ്കിലും ഇൻസൾട്ട് ആണെങ്കിലും എന്താണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് എൻജോയ് ചെയ്യും. ഭയങ്കര രസമുള്ള പരിപാടിയല്ലേ? പെർമിഷൻ എടുത്തപ്പോ തന്നെ അവിടെ അത് ഒത്തിരി ടേക്ക് യു ലോങ് വേ എന്ന് എനിക്ക് തോന്നുന്നു. അതിഥി എനിക്ക് അങ്ങനത്തെ ഒരു അല്ല അങ്ങനെ
അങ്ങനെയുള്ളതേ നമുക്ക് അങ്ങനെ ചിരിച്ചോണ്ട് ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റാതെ നമ്മൾ എല്ലാം അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന അത് നല്ല കാര്യമല്ലേ, നമ്മളത് കൊണ്ട് നടക്കാന്നുള്ള പരിപാടി എനിക്കില്ല. അപ്പം ഞാൻ ആ മൊമെന്റിൽ എനിക്ക് എന്തും എനിക്കത് ഇഷ്ടമായി. ഈ അച്ഛൻ പെണ്ണുങ്ങൾക്ക് കുറവാ. അച്ഛൻ അറിഞ്ഞുകൊണ്ട് ഡയലോഗ് പറഞ്ഞ പോലെ ഉണ്ട് ശരിക്കും എന്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവം. ബ്ലോക്കിന്റെ കാര്യം പറഞ്ഞപ്പോ ഓർക്കണേ, ഞാൻ ജാനമൻ ഷൂട്ടിന് രാത്രി പോണേണ്. അപ്പൊ ടോളിൽ വെച്ചിട്ട് ഡീസൽ തീർന്നു പോയി വണ്ടിയുടെ. ടോൾ ജംഗ്ഷനിൽ ഇരിക്കുക ഞാൻ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഞാൻ എന്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പൊ വണ്ടി ഇറങ്ങി വെച്ചാ മെയിൻ സ്പീഡ് വേയില് റൈറ്റ് സൈഡില് ഒന്നും വഴിയില്ല. ഞാൻ പുറത്തിറങ്ങിയിട്ട് വണ്ടികൾ മാറ്റാൻ തുടങ്ങി, ബ്ലോക്ക് തുടങ്ങി. അപ്പൊ എന്റെ ഏതോ ഫ്രണ്ട് ഭാഗ്യത്തിന് പെട്രോൾ ഡീസൽ അപ്പുറത്തുണ്ട്. പാസ് ചെയ്ത് പോയപ്പോ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞ അപ്പൊ ഡീസൽ ഇരുന്ന് ഞങ്ങൾ മേടിക്കാൻ വേണ്ടി ഇവൻ ഈ ബ്ലോക്കിൽ കൂടി കറന്ന് അവിടെ പോയി. ഈ ബ്ലോക്ക് തുടങ്ങിയിട്ട് അവസാനിച്ചത് പാലാരട്ടം വരെ ആയിരുന്നു. സത്യമായിട്ട് പോലീസുകാർ രണ്ടൊരു ബൈക്കിന് വന്നിട്ട് എന്താ അന്വേഷണം വന്നപ്പോ ഞാൻ പറഞ്ഞു സാറേ ഡീസൽ തീർന്നത്. കറക്റ്റ് അപ്പൊ പുള്ളി കൂടെ അച്ഛൻ പറഞ്ഞ ഡയലോഗ് ഞാൻ എന്ത് ചെയ്യാനാണ് കറക്റ്റ് ആയിട്ട് ഡീസലൊന്ന് ഒഴിച്ച് ടോൾ ജംഗ്ഷൻ തൊട്ട് പാലാരിവട്ടം മറ്റ് സിഗ്നൽ അല്ല പാലാരിവട്ടം SNDP ജംഗ്ഷൻ ഇല്ലേ നമ്മുടെ ശ്രീനാരായണഗുരു സ്റ്റാച്ചു ഉണ്ട്, അവിടെയും വരും ബ്ലോക്ക് ആക്കിയ. സന്തോഷം തോന്നിയില്ലേ? സന്തോഷോ പള്ളി ബസ്സുകാരൊക്കെ എടുത്ത് അറിയണം. ഓട്ടോ നിക്കണല്ലേ ഇവിടെ ആവുമ്പോ എനിക്ക് മനസ്സിലാവില്ല മലയാളം അല്ലേ, അവിടെ കന്നഡല്ലേ. പക്ഷെ അവിടെ ഭയങ്കര കെയറിംഗ് ആണ്. പിന്നെ ഞാൻ റിയൽ ലൈഫിൽ വരുമ്പോ മാറി. സത്യം റിയൽ ലൈഫിൽ മാറും. ഞാൻ ഇത് യാത്രയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഞാൻ പറയുന്ന ചിലപ്പോ മണ്ടത്തരായിരിക്കും. ഓക്കെ, ഞാൻ ഇൻ ബിറ്റ്വീൻ ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു കാര്യം പറഞ്ഞോട്ടെ കേട്ടോ. അർജുൻ്റെ തലവര ഞാൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇതിന് മുന്നേ 2 പ്രാവശ്യം അർജുനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി ഒരു മെസ്സേജ് ഇടാൻ മടിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അതിൻ്റെ അകത്ത് കേൾക്കാനിടയായി. ബിക്കോസ് ഞാൻ ബാക്കിയുള്ള മൂവീസ് എല്ലാം കണ്ടതിലും എനിക്കെന്തോ ഭയങ്കര ഒരു ക്ലോസ്ലി കണക്ഷൻ തോന്നി തലവരയിലെ ക്യാരക്ടറിനോട്. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് മീൻസ് അർജുനെ പറ്റി സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ കണ്ടതാണ് അച്ഛൻ പറയുന്നതായിട്ട്. ഞാൻ അതിന് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുത്തു. തലവരയ്ക്ക് തന്നെയാണോ? അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഞാന് പക്ഷെ എന്തായിരുന്നു ആ ഒരു ഫീൽ? ഇതിന് മുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ അത്രയും എന്നോടൊന്നും എക്സ്പ്രസ് ചെയ്യാറില്ല എന്നല്ലേ പറഞ്ഞു. പൊതുവെ ഞാനും അങ്ങോട്ട് അധികം എക്സ്പ്രസ് ചെയ്യാറില്ല, അച്ഛനും അധികം എക്സ്പ്രസീവ് അല്ല ഞങ്ങളുടെ സ്നേഹം. പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഒരു പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയ ഒരു ഉമ്മ തന്നെ കവളത്ത്. അപ്പൊ അത് എനിക്ക് ഭയങ്കര എനിക്ക് അതേപോലെ തന്നെ ഓഡിയൻസിന്റെ റിയാക്ഷൻ. അധികം ആൾക്കാർ തിയേറ്ററിൽ എത്താൻ പറ്റിയില്ല, പക്ഷെ എന്നാലും തിയേറ്ററിൽ വന്ന് കണ്ട ആൾക്കാരിൽ എനിക്ക് എപ്പോഴും പ്രിയപ്പെട്ടായിട്ടിരിക്കണെന്ന് വെച്ചാൽ ഞാൻ ഒരു മറ്റേ ഫോറം അല്ല ഇവിടെ സെൻട്രൽ സ്ക്വയറിൽ സിറ്റി പോളിസിൽ കണ്ടിങ്ങനെ ഇറങ്ങണപ്പോ എനിക്ക് പോയി ഓഡിയൻസിന്റെ റിവ്യൂ എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായി. അപ്പൊ അങ്ങനെ ഒരു പ്രായമുള്ളൊരു അങ്കിള് വന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഷൈക്കാൻഡ് ചെയ്തിട്ട് ഇങ്ങനെ കുറേ നേരം നോക്കിയിട്ട് ഒറ്റ കെട്ടിപ്പിടുത്തുമായിരുന്നു. ഞാൻ കുറച്ചു ഷോക്കായി പോയി. ഇത് എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാൻ പാടില്ല. ഞാൻ കുറച്ചു നേരം വന്ന് ഇങ്ങനെ ഫ്രീസ് ആയി പോയി. അപ്പൊ എനിക്ക് ഭയങ്കര അത് അടിപൊളി പരിപാടി. അങ്ങനത്തെ ഒരു സീൻ നടക്കുന്നുണ്ട് ആ ടാങ്കിന്റെ മുകളില്. ക്യാരക്ടറിന് അങ്ങനെ ഒരു സീൻ ഉണ്ട്. അതേപോലെ അതിനുള്ളിൽ ശരിക്കും ആക്സിഡന്റ് നടന്നിരുന്നു. അതിങ്ങനെ BTS ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും സംഭവം ഞാൻ കണ്ടു. അത് അവന്റെ മിസ്റ്റേക്ക് അല്ല ആക്ച്വലി. ഇത് ഇവൻ വീഴുമ്പോ ഒരു കേബിൾ ഉണ്ട്, ഇവനെ സേഫ് ചെയ്യണം. കാരണം ബൈക്ക് ഇവനും കൂടെ റോഡിലേക്ക് വീഴണല്ലേ. അപ്പൊ ബൈക്ക് ഇവന്റെ മേത്തേക്ക് തട്ടാതിരിക്കാനൊക്കെ ആയിട്ട് കേബിൾ വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ടായി. അപ്പൊ ഇവനിങ്ങനെ വീണ സമയത്ത് നോക്കിയ മാർക്ക് അതല്ല. അപ്പൊ അവൻ അതേപോലെ തിരിഞ്ഞാണ്. അപ്പൊ കേബിൾ എന്തൊക്കെയോ ഒടുക്കിയിട്ട് ആക്സിലേഷൻ സ്റ്റക്കായി. നേരെ പുറത്തൊന്നല്ല. ഇല്ലല്ല, ഭാഗ്യത്തിന് അത് ഒന്നും പ്രശ്നം പറ്റിയില്ല. അതുകഴിഞ്ഞിട്ടാണ് പിന്നെ ഷൂട്ട് ചെയ്തത്. കുറച്ച് ദിവസം മേ ബി ഒരു 1 month ഒക്കെ ബിഫോർ ഇങ്ങനെ പറയാനായിട്ട് അർജുൻ പോണത് പറയാനാണ്. അർജുൻ പോണ കണ്ടോ മൂന്നാർ. ആദ്യമായിട്ടാ പോയത് ആദ്യമായിട്ടാ ബൈക്ക് എടുത്ത് അത്രയും ദൂരം പോണ. പക്ഷെ അത് ഞാൻ മീൻസ് എനിക്കറിയില്ല. അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നത് അത് എന്ത് വണ്ടി ചെക്കന്മാരൊക്കെ കൂടി കൊണ്ട് അർജുൻ പോയോണ്ടല്ലോ ആ ഒരു മൂഡില് ഇങ്ങനെ പറയണത്. അപ്പൊ ഇത് എന്ത് വണ്ടി, എന്താ ഇതിന് ഇത്ര ബിൽഡപ്പ് ഉള്ളതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. എന്താ സംഭവം എനിക്ക് അറിയില്ല. അതുകൊണ്ട് ചോദിക്കാം. അതാ ഞാൻ പറഞ്ഞ മണ്ടത്തരാണോന്ന് അറിയില്ല. അത് RD 350 എന്ന് പറഞ്ഞ ഒരു വണ്ടിയാണ്. ഓക്കെ ഓക്കെ. അത് 350 അന്ന് പണ്ടത്തെ രാജാവ് വിന്റേജ് വണ്ടിയാ. വിന്റേജ് എന്ന് പറയാറായിട്ടില്ല, എന്നാലും കുറച്ച് പഴക്കമുള്ള വണ്ടിയാണ്. ഒരു 23, 24, 25 വർഷം പഴക്കമുള്ള വണ്ടിക്ക്. അപ്പൊ അത് ഒരു 3 വർഷം എടുത്തിട്ട് 3 വർഷം കൊണ്ട് എഞ്ചിൻ മാത്രമേ ഇപ്പൊ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി ബാക്കി എല്ലാം സെറ്റ്. അപ്പൊ എഞ്ചിൻ സെറ്റ് ചെയ്തപ്പോ ഒരു ആഗ്രഹം, മൂന്നാർ ഷൂട്ട് ഉണ്ടായപ്പോ ഞാനും എന്റെ കൂടെയുള്ള വിഷ്ണുവും കൂടി പോയി 2 ബൈക്കിന്. അത് ആരോ ക്യാപ്ചർ ചെയ്തിട്ട് അവിടെ വെച്ചിട്ട്
അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ഞാൻ ഇതിന് എന്താ ഇത്ര വലിയ സംഭവം ബൈക്ക് ആ എടുത്തിട്ട് വണ്ടിക്ക് ഞാൻ അതുകൊണ്ട് ചോദിച്ചു. ഇല്ല ഫാൻസ് ഉള്ള വണ്ടിയാ അത്. ഭയങ്കര ഒരുപാട് ഭയങ്കര fans ഉള്ള. ഭയങ്കര കുറച്ച് നല്ല വണ്ടിയാണ്. ഒരുപാട് ഫാൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല പരിപാടി. എന്റെ ഒരു ഡ്രീം ബൈക്കായിരുന്നു അത്. ഓ അടിപൊളി അടിപൊളി. ഞാൻ അതിനെപ്പറ്റി പഴയ വണ്ടികളോട് ഭയങ്കര എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അറിയാത്ത ചോദിക്കണമല്ലോ. ഓക്കെ. അപ്പൊ ഈ ട്രാവൽ മൂവി ചെയ്യുമ്പോൾ നിങ്ങളെയൊക്കെ ശരിക്കും എക്സൈറ്റ് ചെയ്ത മെയിൻ പാർട്ട് എന്താ? ട്രാവൽ ചെയ്യാന്നല്ല, എന്നാൽ നമ്മൾ ഈ മലയാളികൾക്ക് ഭയങ്കര ഒരു ഹരാണല്ലോ ട്രാവൽ മൂവീസ് എന്ന് പറയുമ്പോൾ. ഇപ്പൊ നമ്മൾ ഓരോ നീലാകാശം പച്ചക്കറിലാണെങ്കിലും ഓരോരോ മൂവീസ് ആണെങ്കിലും ട്രാവൽ മൂവീസ് ഭയങ്കര ഒരു പ്രത്യേകതയല്ലേ? ഏറ്റവും ഗുണം എന്താണെന്നറിയോ? ആക്ടേഴ്സ് എല്ലാവർക്കും അല്ലെങ്കിൽ ഫിലിം ക്രൂ എന്നുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് നോർമൽ ഒരാൾക്ക് പോവാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ പെർമിഷൻ എടുത്ത് നമുക്ക് പോയി ചെയ്യാം. സത്യം. ഓ, അങ്ങനെ പോയ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ അമ്പലത്തിലൊക്കെ ആരാ ഷൂട്ട് ചെയ്തേക്കണേ? നമുക്ക് പോയി ഷൂട്ട് ചെയ്യാനും കുറച്ചധികം നേരം അവിടെ നിൽക്കാനൊക്കെ പറ്റിയല്ല. അപ്പൊ അങ്ങനത്തെ പല ഏരിയകളിലും ഇപ്പൊ മൈസൂരാണെങ്കിലും നമ്മൾ എൻജോയ് ചെയ്തൊരു പരിപാടിയായിരുന്നു. നമുക്ക് ബൈക്കിന് ഇത്രയും അല്ലെങ്കിൽ നോർമലായിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പഞ്ചാബി ഹൗസില് അച്ഛൻ ചപ്പാത്തിയും അച്ചാറെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. അവിടെ സെറ്റാ, വൻ ടേസ്റ്റും എത്ര ദിവസം കഴിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഒരു പ്രശ്നമില്ല. പ്രശ്നമില്ല. ശരിക്കും വെറുത്ത കാര്യം എന്താണ് പോയാ, ഞാനൊക്കെ പോയിട്ടുണ്ട് നോർത്ത് ഇന്ത്യ. ഒരു 3 ദിവസം 4 ദിവസം ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ തോന്നാറില്ല. ഞാൻ ചപ്പാത്തിയും തൈരും കൂടെ കഴിച്ചോണ്ടിരുന്നു. ഞങ്ങളല്ലാതെ തന്നെയല്ലേ. അപ്പൊ അത് അർജുൻ ഓക്കെ ആയിരുന്നു. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ അല്ല? മുഖഭാവം കണ്ടിട്ട് അങ്ങനെയാണ്. പക്ഷെ നമ്മള് കഴിക്കും. ശീലമാണ്. ധ്രുവൻ സ്ഥിരം ഒരു സഞ്ചാരിയാണല്ലോ. അപ്പം ധ്രുവൻ നമ്മൾ ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ തന്നെ പറഞ്ഞു യാത്രയിൽ കൂടുതൽ മാഗി ഒക്കെ ഉപയോഗിക്കുമായിരുന്നു പറഞ്ഞു. ട്രാവൽ ചെയ്യും. ധ്രുവൻ റിയൽ ലൈഫിൽ ചെറിയൊരു ചാർലിയാണ്. അല്ല, ഞാൻ ഹിമാലയാണ് കൂടുതലും ട്രാവൽ ചെയ്യാറ്. അപ്പോൾ അവിടെ കയറുമ്പോൾ മല കയറണോണ്ട് നമ്മൾ കൂടുതലും വെയിറ്റ് ഉള്ളതൊന്നും ബാഗിലൊന്നും കരുതില്ല. അപ്പോൾ കൂടുതലും അവിടെ കടകളിലൊക്കെ കിട്ടുന്ന മാഗി ആയിരിക്കും, അല്ലെങ്കിൽ ബിസ്ക്കറ്റ്, ഇതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ മാഗി ബിസ്ക്കറ്റ് ഒക്കെയാണ് കൂടുതലും കഴിച്ച് കയറുക. നിങ്ങളിപ്പോ കാണാറുണ്ടോ ട്രാവലോഗ് ബൈ ചിത്രൻ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇല്ലേ ഭയങ്കര സുഹൃത്തുക്കളെ അടിപൊളിയല്ലേ? കൊറേ പേരുണ്ട് അങ്ങനത്തെ. പക്ഷെ ഈ അടുത്ത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ നമ്മുടെ ഫീഡിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് ഈ മലകളിലെ യാത്ര പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര രസമാണ്. 10-35 കിലോ വെച്ചിട്ട് ഹിന്ദി മാലു എന്താ പരിപാടി? ഹിന്ദി മാലു തൊട തൊട തോട തോട അല്ല, അവിടെ ചെന്നിട്ട് ടഫ് ഉണ്ടായിരുന്നു നിങ്ങൾ? നമ്മള് ഹിന്ദിയിലൊക്കെ സംസാരിച്ചു. ഞാൻ ആ ഫാമിലിയുടെ കൂടെ കുക്ക് ചെയ്യാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആലോചിക്കുമ്പോ ഞാനത് എങ്ങനെയായിരുന്നു. ശരിക്കും നമ്മൾ പറയില്ലേ നമ്മുടെ ഇവിടുത്തെ ഗ്രാമങ്ങൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണെന്ന് തോന്നുന്നു. അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് എന്താ ശരിക്കും തോന്നി? അവിടുത്തെ ആൾക്കാരുടെ വീടും പരിപാടിയും ഒക്കെ ഭയങ്കര പോസിറ്റീവ് ആയ ആൾക്കാരെ. കാരണം അവർക്ക് വലിയ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഡെവലപ്ഡ് അല്ല, കറണ്ട് ഇല്ല, അങ്ങനത്തെ ഒക്കെ പ്രശ്നമുള്ള. പക്ഷെ അവർ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് അത് ഫീൽ, സ്ട്രെസ് ഇല്ലാത്ത കുറെ ഫാമിലീസിനെ ഞാൻ കണ്ടു. ഞാൻ അവരുടെ കൂടെ നൈറ്റ് ഒക്കെ കുക്ക് ചെയ്യാനും അവർ ചപ്പാത്തിയും അതുപോലെ ഈ കടലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് കുറേ പാക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകാനൊക്കെ. അപ്പൊ എനിക്ക് ഫീൽ ചെയ്ത് അവര് ഭയങ്കര ഹാപ്പി. അവരെല്ലാരും കൂടെ ഒരുമിച്ച് നിലത്തിരുന്നാണ് കുക്ക് ചെയ്യുന്നത്. വേറെ സൗകര്യങ്ങളില്ല. എനിക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഡോർ പ്രശ്നമായിട്ട് അവര് ഷോളൊക്കെ കിട്ടി തന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അത് ഭയങ്കര രസമായിരുന്നു അവരുടെ കൂടെ. എനിക്ക് ട്രാവൽ ജോണൽ സിനിമ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റുകളാണ്. കോസ്റ്റ്യൂം ചേഞ്ച് ഒരുപാട്. ഇപ്പം എല്ലായിടത്തൊന്നും കൃത്യമായ ഹോട്ടലുകൾ കാണില്ല, കാരവൻസ് ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അങ്ങനെ അത് അറിഞ്ഞിട്ടില്ല. നമ്മള് റോട്ടിൽ നിന്ന് മുണ്ട കൊടുത്ത് നമ്മളോട് നന്നായി എല്ലാവരും ബ്രോ ആണെങ്കിലും ഷർഫുക്കാണ് എല്ലാവരും ഹാപ്പി പരിപാടി. പിന്നെ ഇവരെന്തായാലും കറക്റ്റ് ആയിട്ട് അങ്ങനത്തെ ഒരു ലൊക്കേഷൻ നോക്കി അവർ അങ്ങനത്തെ ഒരു ഹോൾട്ട് ചെയ്യാനൊക്കെ സ്ഥലവും ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഇവർ തന്നെ റെഡിയാക്കി തന്നായിരുന്നു. അതുകൊണ്ട് നമ്മൾ അത്രയും പ്രശ്നങ്ങൾ അറിഞ്ഞില്ല. കാരണം നമുക്കറിയാം അങ്ങനത്തെ ഒരു ഏരിയയിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ അവിടെ പോയിട്ട് വണ്ടി ഒരു ബുദ്ധിമുട്ടൊന്നും സ്ട്രഗിൾ അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല ഷൂട്ടിംഗ് സമയത്ത്. ഈ ഒരു സ്പെസിഫിക് പ്ലേസ് ഉണ്ടോ? ഇത്രയും ട്രാവൽ ചെയ്ത് ബൈക്കിനല്ല, എന്നാലും നിങ്ങൾക്കൊരു പർട്ടിക്കുലർ പ്ലേസ്, ഈ നമ്മൾ ഈ കാണാത്ത ഗ്രാമങ്ങളും കാണാത്ത ഇതുമാണല്ലോ എപ്പോഴും ഒരു ഇത്, അങ്ങനെ എന്തെങ്കിലും പർട്ടിക്കുലർ പ്ലേസ് ഉണ്ടോ നിങ്ങൾക്ക്? ലക്നൌവിലുണ്ടായിരുന്നു. ഞങ്ങൾ പോയതിന് ഒരാഴ്ച മുമ്പാണ് അവിടെ കറണ്ട് വന്നത്. അത് ഞങ്ങൾക്ക് ഭയങ്കര വണ്ടറായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാ ഇന്റർവ്യൂലും പറയണത്.
അപ്പൊ അങ്ങനെ ഗ്രാമങ്ങൾ ഇന്ത്യയിലുണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങൾ ഇപ്പോഴും ഇന്ത്യയിലുണ്ട്, കറണ്ട് ഇനിയും വരാനും. അല്ല നമ്മുടെ സിനിമയിൽ ഉള്ള ഗ്രാമം ഇവരെങ്ങനെ അത് പോയി കണ്ടുപിടിച്ചെന്നാണ്. നമ്മളൊരു 3-4 തവണ ലൊക്കേഷൻ കണ്ട് നടത്തിയിട്ട് അങ്ങനെ സ്ഥലം കണ്ടെത്തുകയും അത് പിന്നെ നമ്മൾ ആർട്ട് വർക്ക് ചെയ്ത്, കാരണം ഇത് ഖജുറാഹോ നമുക്ക് ലക്നൌവിൽ അങ്ങനത്തെ ഒരു ഇത് കിട്ടിയത് ഗല്ലി, അപ്പൊ അവര് ഖജുറാഹോ സ്റ്റൈലിലേക്ക് അത് കൺവേർട്ട് ചെയ്തു ലക്നൌവില്. കുറച്ച് പണി ഉണ്ടായിരുന്നു. ലക്നൌവിലാണ് ഷൂട്ട് നടന്നത് അല്ലേ? അല്ല, ആ ഗല്ലി മാത്രം, അല്ലാണ്ട് മറ്റേ ഖജുറാഹോ അമ്പലമൊക്കെ സെറ്റ് ഇടാൻ വലിയ അമ്പലമാണ്. അന്നേ ഇല്ല. അതെ അതെ അതെ, അന്നേ ഇല്ല. ഇപ്പൊ സിനിമ ഇപ്പം വരുവാണല്ലോ, കുറച്ചാൾ മുന്നത്തെ ഇപ്പൊ ഷറഫിക്കല്ലേ ആ ഒരു സീനൊക്കെ ഉണ്ടല്ലോ, ബാസി ഇങ്ങനെ പറയുന്നത് എന്താ പാട്ട് മാറ്റി ഏതാണ്ട് ഒരു സീനിന്റെ അകത്തൊക്കെ ഷറഫിക്കനെ കാണുമ്പോൾ എനിക്ക് പണ്ട് കണ്ട ഷറഫിക്കയുടെ ഒരു ലുക്കാണ് നമുക്ക് കുറെ നാളായി നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ടില്ലേ? നമുക്ക് ലോക്ക്ഡൌൺ തുടങ്ങിയതാ, കുറച്ചൊക്കെ നീണ്ടുപോയത്. പിന്നെ പെർമിഷൻസ്, ആർട്ടിസ്റ്റിന്റെ ഡേറ്റ്സ് എല്ലാം കൂടി ബിസിയായി, എല്ലാരും ബിസിയായി. അല്ല പക്ഷെ ആ ഒരു 8 വർഷം കൊണ്ട് തീർത്ത സിനിമ അങ്ങനെ മാറ്റിവെച്ച സിനിമയല്ല, പിന്നെയും ഷൂട്ടുകൾ നടന്നിട്ടുണ്ട്. ഇത് പിന്നെ ഡേറ്റ് ഇഷ്യൂസ് ഒക്കെ വരും, ഓരോരുത്തർ വേറെ അങ്ങനെ അങ്ങനെയൊക്കെ മാറി മാറി കുറേ ദിവസം ഷൂട്ട് പോയ ഒരു സിനിമയാണ്. അങ്ങനെ പോയി അത് കഴിഞ്ഞ് പിന്നെ ബിസിനസ് ചെയ്യണമെന്നായി. ബിസിനസ് ഇപ്പം ചെയ്തു. അങ്ങനെയാണ് ഇപ്പം റിലീസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷെ ശരിക്കും നമ്മൾ ആ പഴയ ഒരു ഷറഫിക്കാനൊക്കെ കാണുന്ന ഒരു മൂഡുണ്ട് അതിന്റെ ഉള്ളിൽ കാണാൻ നേരത്ത്. ഇതിൽ ചേഞ്ച് ഇല്ലാത്ത എനിക്കും ധ്രുവനും മാത്രമാണ് നല്ല അർജുനും പറയണോ? ഞാൻ അർജുൻ ഇപ്പൊ പക്ഷെ അർജുൻ ഇപ്പൊ ഞങ്ങള് പുറത്ത് എന്താ പറയുന്നത്, അർജുൻ യങ്ങായി വരുന്നുണ്ട്. അതിന് വേണ്ടി മെനക്കെടനുണ്ട് അല്ലേ? അതിന് വേണ്ടി നല്ല മെനക്കെടുണ്ട്. പച്ചക്കറി കുറച്ചാൾ ജിമ്മിൽ പോയി, അതാണല്ലേ മെനക്കെടുന്നത് കാണാനുണ്ട് നന്നായിട്ട്. ഞങ്ങള് പുറത്തു നിന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുക. സന്തോഷായി. ഓക്കെ, അതുപോലെ ധ്രുവന്റെ കാര്യം പറയുമ്പോ റഹ്മാൻ സാറിന്റെ ചായ ഉണ്ടെന്നുള്ളത് പറയാറുണ്ടോ ആൾക്കാർ? എല്ലാവരും പറയാറുണ്ട്. കേട്ടിട്ടൊക്കെ അതിനെന്താ സന്തോഷാണോ തോന്നണോ? ഒന്നും തോന്നാറില്ല. ആദ്യമൊക്കെ രസമായിട്ട് മുഖം വെക്കണ കേട്ടിട്ടുണ്ട്. അല്ല, ആദ്യമൊക്കെ രസം ഉണ്ടായിരുന്നു, പിന്നെ ഒന്നും തോന്നാറില്ല. അതിഥി ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാനൊരു കംപ്ലീറ്റ് ആക്ട്രസ് ലെവലിലേക്ക് ഞാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് എന്നുള്ളൊരു ഇത് പറയുന്നത് കേട്ടോ. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇനി അവസരങ്ങൾ വന്ന് നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യുമ്പോൾ അങ്ങനെ പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പൊ ഒരു അതിഥിക്ക് എന്താണ് തോന്നുന്നത്, ഞാനൊരു പെർഫെക്റ്റ് ആക്ടർ ആവണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു ആ സ്റ്റേജിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു റോള് ചെയ്താൽ എനിക്ക് സാധിക്കും, അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ട്? അല്ല, റോളുകൾ എപ്പോഴും ഒരു ആക്ടറെ ഹെൽപ്പ് ചെയ്യുന്ന. അപ്പം നമ്മള് എന്താ പറയാ, നമ്മുടെ ആഗ്രഹം മാത്രം പോരാ, നമുക്ക് അങ്ങനത്തെ ഒരു വർക്കുകൾ കിട്ടണം, നമുക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടണം. അപ്പം എനിക്ക് കിട്ടിയാൽ ചെയ്യാൻ പറ്റുന്ന ഒരു വിശ്വാസമുള്ളൊരു ആർട്ടിസ്റ്റാണ് ഞാൻ എനിക്ക് തന്നെ ആദ്യം ഒരു കോൺഫിഡൻസ് കൊടുക്കണമല്ലോ. സോ അതെനിക്കുണ്ട്. പിന്നെയുള്ള പറഞ്ഞ പോലെ ഭാഗ്യമാണ്, നമുക്ക് അങ്ങനത്തെ ഒരു കഥാപാത്രം നമ്മളെ തേടി വരാൻ, നമുക്ക് ചെയ്യാൻ പറ്റുക, അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുക, അതാണ് ഏറ്റവും മെയിൻ തിങ്. നമ്മൾ എത്ര ചെയ്താലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം അത് കിട്ടുക എന്നുള്ളതാണ് അതൊരു ഭാഗ്യമാണ്. സിനിമ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ഓൾ അബൌട്ട് ലക്ക് ഉണ്ട് അതിന്. എപ്പോഴും ഹാർഡ് വർക്ക് നമ്മൾ കൊടുക്കുന്നതാണ്. ഫസ്റ്റ് ഭാഗ്യം ഉണ്ടായിരിക്കണം. ഹാർഡ് വർക്ക് എന്തായാലും നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാവും. അതൊരു ഭാഗ്യം ഫാക്ടറാണ്. ചിലപ്പോൾ പറയാൻ പറ്റില്ല. ചിലപ്പോൾ പലരും എനിക്കതിലൊരു വിഷമമൊന്നുമില്ല. ചിലർ തുടക്കത്തിലേ അത് തെളിയിക്കാൻ പറ്റുന്ന ഭാഗ്യം കിട്ടിയവരുണ്ട്, ചിലർ വർഷങ്ങൾ എടുത്തിട്ട് തെളിയിച്ചവരുണ്ട്. എത്രയോ ഹോളിവുഡിലെ ആക്ടേഴ്സും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു സമയം നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ള, പേഷ്യൻസോട് കൂടി ഇരിക്കുക എന്നുള്ളതും കൂടി. എന്തെങ്കിലും ഒരു ക്യാരക്ടർ അങ്ങനെ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ, എനിക്കത് കിട്ടുക അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടില്ല? അങ്ങനെ തോന്നിയിട്ടില്ല. അതൊക്കെ അവർക്ക് കിട്ടുന്ന അവരുടെ എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ്. അല്ലാതെ ഞാനത് കമ്പയർ ചെയ്യാൻ അങ്ങനെ ചിന്തിക്കാറില്ല. ഞാൻ എൻ്റെ ഇത് മാത്രമേ നോക്കാറുള്ളൂ. നമുക്കുള്ളത് എപ്പോഴെങ്കിലും വരുമ്പോ. ഓക്കെ, എന്നാലും ഒത്തിരി സന്തോഷം. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ മൂവിയിൽ നിന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ബിഗസ്റ്റ് ടേക്ക് അവേ എന്തായിരിക്കും? നിങ്ങളുടെ ഈ ട്രാവൽ ആയിരിക്കും, ജേർണി ആയിരിക്കും, എന്തായിരിക്കും? ഫ്രണ്ട്ഷിപ്പ് ആണോ, എന്തായിരിക്കും? ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ട്രാവൽ ഉണ്ട്. ഖജുറാഹോ കാണാൻ പറ്റിയതിൽ വളരെയധികം നന്ദി സാറിനോട്. അല്ലെങ്കിൽ പോവില്ല. ഞങ്ങൾ പോയപ്പോ എന്താ കോമഡി എന്ന് അറിയുമോ? 14 മണിക്കൂറോളം ബസ്സിൽ ഇരിക്കേണ്ടി വന്നു. ഈ ഇടക്കാണ് അവിടെ എയർപോർട്ട് ഓപ്പൺ ആയത്, ഡൊമസ്റ്റിക്. ആൾക്കാർക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും.
ആൾക്കാർക്ക് ഈസി ആയിട്ട് പോകും. ഓക്കെ. ഞാൻ ഉണ്ടായിരുന്നോ പറയാഞ്ഞാണോന്ന് അറിയാൻ അല്ല ഉണ്ടായിരുന്നു എനിക്കിപ്പോ ഒരു ഡൗട്ട് ഉണ്ട്. അല്ല ഉണ്ടായിരുന്നു എയർപോർട്ട് അടുത്തുള്ളത് കൊണ്ടും രണ്ടാമത് ഈ യുനെസ്കോയുടെ അണ്ടറിലുള്ളത് ആയതുകൊണ്ട് നമുക്ക് ഏരിയൽ ഷൂട്ടൊന്നും അനുവദിച്ചില്ല. ഓക്കെ. ലിമിറ്റഡ് ആയിരുന്നു. നമുക്ക് ഇങ്ങനെയൊക്കെ അവിടെ വെക്കണം ഇവിടെ വെക്കണം അവർ തന്നെ ആൾക്കാർ വന്ന് നിൽക്കുക നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് നോക്കി. യുനെസ്കോഡ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അതങ്ങനെ അങ്ങനെ ഞങ്ങൾ അധികം സിനിമയുടെ ആദ്യം പറഞ്ഞില്ല, ഷോർട്ട് ഫിലിം ആണെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. എന്നിട്ട് ഗ്രാജുവലി പോയി സംസാരിച്ച് ഇതിന്റെ പേര് ഖജുറാഹോ ഡ്രീംസ് എന്നാണ്, ഇതിന്റെ ഫോക്കസ് ചെയ്തിട്ടാന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അവര് ഭയങ്കര ഹാപ്പിയാണ് നമ്മളോട്. ദേ ആർ എക്സ്പെക്ടിങ് ഈ മൂവി അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഓക്കെ സർ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം. അടിപൊളിയാവട്ടെ. താങ്ക് യു.